മക്കളെ, ഇന്ന് നമുക്ക് രാജാ ഓർ വിദ്രോഹി എന്ന നാടകത്തിൻ്റെ സമ്മറി നോക്കാം. രാജാ ഓർ വിദ്രോഹി എന്ന നാടകം നമുക്ക് വേണ്ടി ഹിന്ദിയിലേക്ക് അനുവാദനം ചെയ്തത് അമർ ഗോസ്വാമിയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നാടകമാണിത്. അദ്ദേഹം അംഗ്രേസിയിൽ എഴുതിയ നാടകമാണ്. ഇതിൽ 3 ഭാഗമായിട്ടാണ് ഇവിടെ ഈ നാടകത്തിനെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ നാടകത്തിലെ കഥാപാത്രമായിട്ടുള്ള രാജൻ, ജിതൻ, ഉപൻ, ഹേമ മുതലായവരാണ് ഇതിലെ കഥാപാത്രം. ഇതിൽ രാജാവായിട്ട് അഭിനയിക്കുന്നത് രാജനാണ്. ആദ്യം തന്നെ കുട്ടികൾ ഈ നാടകം അഭിനയിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആ സമയത്ത് ആരാണ് രാജാവാകുക എന്ന കാര്യത്തിൽ തർക്കമാണ് നടക്കുന്നത്. രാജൻ പറയാണ്, ഞാനാണ് രാജാവാവുക, കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ശക്തിമാൻ ഞാനാണ്. രാജന്റെ വിചാരം ഏറ്റവും കൂടുതൽ ശക്തിയും ബലവും ഉള്ള ആളാണ് രാജാവാകുക എന്നതാണ്. ശരിക്കും രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകളുടെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെയും ക്ഷേമത്തിന് ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് രാജാവ്, അല്ലേ? അങ്ങനെ രാജൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ബലവാനാണ് രാജാവെന്നാണ്. എങ്കിലും രാജന് രാജാവാകാൻ വേണ്ടിയുള്ള അവസരം ആരാണ് നൽകുന്നത്? ഹേമ നൽകുകയാണ്. മറ്റു കുട്ടികളൊക്കെ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഹേമ പറയാണ്, ഇതൊരു നാടകമാണ്, ഒരു കളിയാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും ഇങ്ങനെ രാജാവായിട്ട് അഭിനയിക്കും, ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം. അത് ഊഴം മാറി മാറി വരും. ഒരാൾ അഭിനയിച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം മറ്റുള്ളവർക്ക് അഭിനയിക്കാം. അപ്പൊ ഈ രാജാവായിട്ട് എല്ലാവർക്കും അഭിനയിക്കാൻ അവസരം ലഭിക്കും എന്ന് ഹേമ ഈ വഴക്കുണ്ടാക്കുന്ന കുട്ടികളോട് പറയുന്നു. അങ്ങനെ നാടകം ആരംഭിക്കുകയാണ്. പഹല ദൃശ്യ ഇവിടെ അവസാനിച്ചു. രണ്ടാമത്തെ ദൃശ്യത്തിൽ രാജാവ് പറയാണ് സേനാപതിയോട്, സേനാപതി, ഞാൻ നിങ്ങളോട് വളരെയധികം പിണക്കത്തിലാണ്, ദേഷ്യത്തിലാണ്. എന്താണ് ആ ദേഷ്യത്തിന് കാരണം എന്ന് അന്വേഷിക്കുന്ന സമയത്ത് പറയുന്നത്, ഇവിടെ യുദ്ധം നടക്കുന്നില്ല, യുദ്ധം കാണാനാണ് ഇതിൽ രാജാവിന് വളരെയധികം ആഗ്രഹം. രാജാവ് ആഗ്രഹിക്കുന്നത് യുദ്ധം കാണാനാണ്. യുദ്ധത്തിൽ വളരെയധികം നാശനഷ്ടങ്ങളും രാജ്യത്തിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും ഒക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന കാര്യം രാജാവ് ചിന്തിക്കുന്നില്ല. രാജാവിന് യുദ്ധത്തിൽ ഉണ്ടാകുന്ന ആനന്ദം, യുദ്ധം കണ്ടിട്ട് അതിൽ ഒരു ആനന്ദം രാജാവിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ആനന്ദം കണ്ടെത്തുക എന്നത് മാത്രമാണ് രാജാവ് ചിന്തിക്കുന്നുള്ളൂ. ജനങ്ങളുടെയോ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെയോ കാര്യം രാജാവ് ചിന്തിക്കുന്നില്ല. അങ്ങനെ സേനാപതി പറയുന്നു, പക്ഷേ രാജൻ, യുദ്ധം നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശത്രുക്കൾ വേണ്ടേ? ഇവിടെ ശത്രുക്കളില്ല, ശത്രു ഇല്ലാതെ ആരുമായിട്ട് യുദ്ധം ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രാജാവ് പറയുന്നു, ശത്രു ഇല്ലെങ്കിൽ ശത്രുവിനെ ഉണ്ടാക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം എന്ന് പറയണം. എങ്ങനെയായാലും രാജാവിന് എന്താണ്? യുദ്ധം കണ്ടാൽ മതി, എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് കാണണം, അതിൽ ആനന്ദം കണ്ടെത്തണം. അതാണ് രാജാവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവര് കുറ്റമൊന്നും ചെയ്യാത്ത ഹേമല് കുറ്റം ആരോപിക്കുകയാണ്. എന്താണ് സേനാപതി പറയുന്ന കുറ്റം? സേനാപതി പറയാണ്, രാജാവ് ഒരു ദിവസം ഹേമന്റെ വീടിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഹേമ വീടിന്റെ റൂമിൽ നിന്നിട്ട് ആ ജനലിന്റെ അടുത്ത് നിന്നിട്ട് കോട്ടുവായിട്ടു. അതാണ് ഒരു കാരണം. അങ്ങനെ അതിനുവേണ്ടി ആ കാരണം പറഞ്ഞ് ഹേമ അപരാധം ചെയ്തിരിക്കുന്നു, ഹേമ അപരാധിയാണ്, വിദ്രോഹിയാണ് എന്ന മുദ്ര കുത്തിയിട്ട് ഹേമുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവാണ്. അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കുന്നു ഹേമ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഹേമല് വെറുതെ കുറ്റം ആരോപിക്കുകയാണെന്നും രാജാവിൻ്റെ അടുത്താണ് അന്യായമുള്ളതെന്നും മനസ്സിലാക്കിയ ജനങ്ങൾ എന്തിനാണ് ഹേമുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ഹേമ ചെയ്ത അപരാധം എന്താണ് എന്ന് ജനങ്ങൾ രാജാവിനോട് തന്നെ ചോദിക്കുന്നു. ആ സമയത്ത് രാജാവ് പറയാണ്, ഹേമന് കുറ്റമുണ്ട്. ഹേമ ചെയ്ത കുറ്റം ശരിക്ക് പറയാൻ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഒരു ദിവസം കൊട്ടാരത്തിലെ ആന നടക്കാൻ ഇറങ്ങിയ സമയത്ത് കൃത്യസമയത്ത് തന്നെ ഹേമ ആ ആനയുടെ മുമ്പിലേക്ക് തുപ്പി. അതാണ് രാജാവ് പറഞ്ഞ കാരണം. അപ്പൊ 2 പേര് പറഞ്ഞ കാരണങ്ങളും വ്യത്യസ്തമായിരുന്നു. ഒരാൾ പറഞ്ഞത് രാജാവ് വീട്ടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഹേമ കൊട്ടുവായിട്ടു എന്നും, മറ്റേ പറഞ്ഞ കാരണം എന്തായിരുന്നു? രാജാവ് പറഞ്ഞ കാരണം എന്തായിരുന്നു? ആ ആനയുടെ മുമ്പിലേക്ക് തുപ്പി. അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കുന്നു ഇത് ന്യായമല്ല, അന്യായമാണ്, കാര്യമില്ലാത്ത കാരണമില്ലാതെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത് എന്ന് മനസ്സിലാക്കുകയും ജനങ്ങളെല്ലാവരും ന്യായം
ഹേമന്റെ പക്ഷത്താണെന്ന് മനസ്സിലാക്കി ഹേമന്റെ പക്ഷം ചേരുന്നു. രാജാവിനോട് രാജകിരീടം അഴിച്ചു വെച്ചിട്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ വേണ്ടി പറയുന്നു. ആ സമയത്ത് രാജാവ് പറയുന്നു, അപ്പൊ എല്ലാവരും എന്നിലാണോ കുറ്റം കാണുന്നത്, ഞാനാണോ തെറ്റുകാരൻ എന്ന് രാജാവ് ചോദിക്കുകയാണ്. രാജാവ് പറയാണ്, എങ്കിൽ എനിക്ക് കൊട്ടാരം കവിയുടെ അഭിപ്രായം അറിയണം. ആ സമയത്ത് അവർ പറയുന്നു, കൊട്ടാരം കവി വിജയിച്ച ജനങ്ങളുടെ വിജയഗാഥ എഴുതുകയാണ് എന്ന് പറയാണ്. അങ്ങനെ രാജാവ് അവിടെ നിന്നും കിരീടവും ഒക്കെ അഴിച്ചു വെച്ചിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഹേമനോട് പറയുന്നു, ഹേമ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു ഉപദേശം നൽകാനുണ്ട്. എന്താണ് ആ ഉപദേശം എന്നറിയോ? ചാപ്പലൂസി, അതായത് എന്താ പറയാ, കൊട്ടാരത്തില് രാജാവിന് മുഖസ്തുതി പറയുന്ന ഒരു രാജാവ് കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കും അങ്ങനെ ഒരാള്, രാജചാരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ രാജചാരൻ എന്ന ആ പദവി, രാജചാരനാണ് മുഖസ്തുതി പറയാ. അപ്പൊ രാജചാരൻ എന്ന പദവി ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദർബാരി കവി അബ് വിജയഗാഥ എഴുതുകയാണെന്ന് പറയുന്നു. അവ സലാഹ്ദേന, ഉപദേശം നൽകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്, രാജചാരൻ കെ പതുക്കോ ഗതം കർദേന, രാജചാരൻ എന്ന പദവി നീ അവസാനിപ്പിക്കണം, രാജചാരൻ എന്ന പദവി ഇല്ലാതെയാക്കണം എന്ന് ഹേമനോട് പറഞ്ഞിട്ട് രാജാവ് അവിടെ നിന്നും എല്ലാവരോടും വിട പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ നാടകമുള്ളത്. ഇതില് രാജൻ എന്ന രാജാവായിട്ട് അഭിനയിക്കുന്ന ഈ രാജാവിന്റെ എന്താ പറയാ, ചരിത്രപര ടിപ്പണിയാണ് ഇതെന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. വാർത്താലാപ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മുടെ ചരിത്രപര ടിപ്പണി തന്നെയാണ് ഇതിൽ നോക്കേണ്ടത്. പിന്നെ നിങ്ങളിത് 1 വേർഡ് ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ കുറച്ച് വർക്കുകളൊക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ.